ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചനയ്ക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് എ.ഡി. തോമസ് എം.എൽ.എ. ഗൂഢാലോചന നടന്നത് എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ്. മർദ്ദിച്ച പോലീസുകാരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തോട് ആവശ്യപ്പെടുമെന്നും എം.എൽ.എ. പറഞ്ഞു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അടിയന്തരമായ നടപടി ഇതിനാവശ്യമാണ്. ആദ്യത്തെ ആവശ്യം ഈ SITയുടെ റിപ്പോർട്ടിന് പ്രകാരം എന്ത് നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിയതിന് ശേഷം ഈ റിപ്പോർട്ട് തിരുത്താൻ അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥരുണ്ട്. ADGP ആയിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഈ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ കൂടി അതിൽ പ്രതി ചേർക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവകേരള യാത്രയ്ക്കിടെയുണ്ടായ ആലപ്പുഴ സംഘർഷത്തിൽ SIT സംഘത്തിന്റെ മൊഴിയെടുപ്പ് നടക്കുകയാണ്. മർദ്ദനത്തിൽ പരിക്കേറ്റ A.D. തോമസ്, അജയ്, ജുവൽ, കുര്യാക്കോസ് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ഇത് ഇപ്പോൾ MLA-യുടെ പ്രതികരണം കേട്ടു. ഇത് മൊഴിയെടുപ്പിന് പോകുന്നതിന് മുൻപ് നമ്മൾ പ്രതികരണം തേടിയതാണോ? അങ്ങനെയെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ മൊഴിയെടുക്കുന്നതിന് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു മർദ്ദനം നടന്നതിന് പിന്നാലെ തുടർച്ചയായി A.D. തോമസ് അടക്കമുള്ളവർ ആരോപിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായി ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തി, അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിലടക്കം വീഴ്ച വരുത്തുകയും പിന്നീട് അവർ കോടതിയിലടക്കം പോയതിനു ശേഷമാണ് ഒരു അനുകൂലമായ നിലപാടടക്കം നേടിയെടുക്കുന്നത്. ഇത് നേരത്തെ തന്നെ A.D. തോമസ് ആരോപിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു വ്യക്തതയാണ് ഇപ്രാവശ്യം അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും തങ്ങളെ മർദ്ദിച്ച 2 ഗൺമാന്മാർ മാത്രമല്ല, അവരെ കൂടാതെ 3ഓളം പോലീസുകാരും ഈ മർദ്ദനത്തിന്റെ ഭാഗമായിരുന്നു. ഇവരെ അടക്കം പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് A.D. തോമസിന്റെ ആവശ്യം. ഇതുമായി സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ജയ്ഹിന്ദിന്റെ മാധ്യമപ്രവർത്തനായിട്ടുള്ള ജോജിയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നാണ് ഈ അജിയുടെയും അതുപോലെ തന്നെ A.D. തോമസിന്റെയും മൊഴി രേഖപ്പെടുത്തുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ മർദ്ദിച്ച ഗൺമാന്മാരും അതുപോലെ തന്നെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടക്കം വിശദീകരണം തേടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 1 മാസത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് അതിൽ നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഷൗക്കത്ത് അലി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ആലപ്പുഴയിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് A.D. തോമസും അതുപോലെ തന്നെ അജയ് കുര്യാക്കോസും.